ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നിപ്പോൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ വാർത്ത 3 ഇടങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ബീഹാറിലെ ബങ്കിപ്പൂർ മണ്ഡലം BJPയുടെ പുതിയ അധ്യക്ഷൻ നിതിൻ നബീൻ ഒഴിഞ്ഞ മണ്ഡലമാണത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി BJPയുടെ തട്ടകമായിരുന്ന ആ മണ്ഡലത്തിൽ പക്ഷേ BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. അവിടെ 15,000 വോട്ടിന് പ്രശാന്ത് കിഷോർ, ജൻസുരാജ് പാർട്ടി അധ്യക്ഷനായ പ്രശാന്ത് കിഷോർ BJPയെ തറപ്പറ്റിച്ചിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ ഒരു വലിയ തിരിച്ചടിയാണത്. മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ സീറ്റ് കോൺഗ്രസ് തന്നെ നിലനിർത്തിയിരിക്കുന്നു. ഗുജറാത്തിൽ BJPയുടെ ഒരു സീറ്റ് BJPക്ക് നിലനിർത്തി. അങ്ങനെ മൊത്തം 3 പ്രധാനപ്പെട്ട നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബങ്കിപ്പൂർ മണ്ഡലത്തിലാണ്. അപ്പോൾ അതൊന്നും സംസാരിക്കുകയാണ് ജിംസ്. അതിപ്പോൾ ബീഹാറിലെ മാത്രം സവിശേഷമായ എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പുറത്തുണ്ടായൊരു ഫലമായി കാണണമോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വാധീനം അതിനകത്തുണ്ടായി എന്ന് കരുതണോ? ഈ ബങ്കിപ്പൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അത് 2009 ക്രിയേറ്റ് ചെയ്തത്. അന്ന് മുതൽ BJP ആണത് ഭരിക്കുന്നത്. BJP തന്നെ ജയിക്കുകയാണ്. അതിനു മുമ്പ് അത് എന്താണ് പട്ന വെസ്റ്റ് എന്ന് പറയുന്നൊരു മറ്റൊരു മണ്ഡലമായിരുന്നു. ആ സമയത്തും അവർ തന്നെയാണ്. നിതിൻ നബീൻ 2006 ജയിച്ചു വരുന്ന മണ്ഡലമാണത്. ആ മണ്ഡലത്തിൻ്റെ ബൗണ്ടറി മാറ്റിയെന്നേ ഉള്ളൂ. ഈ ജയം എന്ന് പറഞ്ഞാൽ ചുമ്മാ ജയമൊന്നും അല്ല. അവിടെ BJP വയ്ക്കുന്ന 70-75% വോട്ടിനൊക്കെയാണ് ഓരോ തവണയും. അത് മൊത്തം കൊണ്ട് പറഞ്ഞു. അല്ല 75% വോട്ടിനാണ് അവർ, അത്ര വോട്ടാണ് അവരവിടെ നേടുന്നത്. അതായത് എതിരാളി ഇപ്പോൾ കോൺഗ്രസും RJD ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഒരിക്കലും പലപ്പോഴും 10, 15, 20% വോട്ടൊക്കെയാണ് കിട്ടുന്നത് അവിടെ. അത് അത്ര മൃഗീയം എന്നൊക്കെ പറയാവുന്ന ഭൂരിപക്ഷത്തോടെ BJP ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ ഈ തവണ ഈ 10-15,000 വോട്ടിന് ജൻസുരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോർ ജയിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിനൊരു കാരണം, നമ്മൾ ഈ ജൻസി പ്രൊട്ടസ്റ്റിനെ സമയത്ത് ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് സമരം കണ്ടത് ബീഹാറിലാണ്. പ്രത്യേകിച്ചും പട്നയിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് കണ്ടു. അപ്പോൾ 75% വോട്ടിന് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ BJP തോറ്റുപോകുന്നു എന്ന് പറഞ്ഞാൽ ആ വോട്ട് ബാങ്ക്, BJP വോട്ട് ബാങ്ക്, BJPക്ക് ഉറപ്പായിട്ടുള്ള ഒരു മണ്ഡലത്തിലെ വോട്ട് ബാങ്ക് അവിടെ മാറുന്നു എന്നാണ് അർത്ഥം. ഇതൊരു സൂചനയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ബങ്കിപ്പൂർ മാത്രമല്ല, ഇപ്പോൾ മധ്യപ്രദേശിലൊരു സീറ്റുണ്ട്, ഗുജറാത്തിലൊരു സീറ്റുണ്ട്. ഗുജറാത്തിലെ സീറ്റും ഈ BJP ജയിച്ച സീറ്റും ഇതുപോലെ 70-75% വോട്ടിന് ജയിക്കുന്ന സ്ഥലമാണ്. 75% വോട്ട് കിട്ടുന്ന BJP കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു മാറ്റം ഉണ്ടായില്ല. മധ്യപ്രദേശിലത് കോൺഗ്രസിന് വോട്ട് കൂടി. മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റ് എന്ന് വെച്ചാൽ നരോത്തം ദാസ് എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ ആഭ്യന്തരമന്ത്രിയുണ്ട്. അയാളാണ് കഴിഞ്ഞ തവണ അവർ ജയിച്ചത്. 2020 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2023 തെരഞ്ഞെടുപ്പിൽ അല്ല 2023 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു. 2018 ഇയാൾ കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് ഇയാൾ ജയിച്ച മണ്ഡലമാണത്. മാറി മാറി വരുന്ന മണ്ഡലമാണ്. അത് ഈ തവണ കോൺഗ്രസ് നിലനിർത്തി. പക്ഷേ ഈ ബീഹാറിലെ ജയം യഥാർത്ഥത്തിൽ മോദിക്കുള്ള ഒരു സൂചനയാണ്. അതിൻ്റെ കാരണം അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ BJP ജയിക്കുന്നിടത്തുനിന്ന് അവർ RJD തിരഞ്ഞെടുത്തില്ല, പകരം ജൻസുരാജ് പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതായത് BJP വോട്ട് ഷിഫ്റ്റ് ആവുന്നു എന്നാണ് അതിനർത്ഥം. മറ്റൊരു കാര്യം, ബീഹാറിലാണ് നമ്മൾ SAR ആദ്യം നടപ്പാക്കിയത്. SAR വഴിയാണ് ബീഹാറിൽ BJP ജയിച്ചതെന്നൊരു ആരോപണം ഇപ്പോഴും പ്രതിപക്ഷത്തിനുണ്ട്. SAR നടപ്പിലായില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ BJP അവിടെ ജയിക്കില്ലായിരുന്നു എന്നുറപ്പുമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. അപ്പോൾ SAR നടപ്പാക്കി BJP വിരുദ്ധ വോട്ടുകൾ മുഴുവൻ മുറിച്ച് കളഞ്ഞിട്ടും ആണ് അവിടെ BJP ജയിച്ചത്. അപ്പോൾ നോക്കുക, ഇവിടെ BJPയുടെ സ്ട്രോങ് ഹോൾഡായ ഒരു മണ്ഡലത്തിൽ ആ വോട്ട് ഷിഫ്റ്റ് ആവുന്നു. BJPയുടെ വോട്ട് ജയസാധ്യതയുള്ള തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ പ്രശാന്ത് കിഷോറിലേക്ക് മാറുന്നു എന്നതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഇത് ഈ പറയുന്ന മോദി പ്രഭാവം കുറയുന്നു, മോദി എന്ന ബിംബം ഉടയുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഇതൊരു സൂചന തന്നെയാണ്. തീർച്ചയായിട്ടും അമിത്ഷായ്ക്കും BJPക്കും RSSനും ഒക്കെ ബീഹാറിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചന തന്നെയാണത്. തങ്ങളുടെ വോട്ടാണ് മറയുന്നത്. അത് ഗുജറാത്തിൽ മറഞ്ഞില്ല എന്ന് കരുതി UPയിലും ബീഹാറിലുമൊക്കെ അത് വലിയ തോതിലുള്ള അലയൊലികൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അടുത്ത ഫെബ്രുവരിയിൽ UPയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇന്നലെ കണ്ട ഒരു കാഴ്ച, ഇപ്പോൾ എല്ലാവരും ജൻസി പ്രൊട്ടസ്റ്റിനെ പറ്റിയും വിദ്യാഭ്യാസത്തെ പറ്റിയും നീറ്റ് ചോർച്ചയെ പറ്റിയും പറയുമ്പോൾ അവിടെ അഖിലേഷ് യാദവ്, സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഞാൻ നോക്കുമ്പോൾ കറുത്ത നിറമടിച്ച ശ്രീരാമൻ, ചുവന്ന കളറുള്ള ഹനുമാൻ, ഇവർ രണ്ടുപേരും മുമ്പിൽ നിർത്തിയിട്ടാണ് അഖിലേഷ് യാദവ് വാർത്താ സമ്മേളനം. എന്താ എൻ്റെ കാര്യം? അയോധ്യ ക്ഷേത്രമൊക്കെയുള്ള വലിയ പ്രശ്നമാകാൻ പോവുകയാണ്. സമാജ്വാദി പാർട്ടി അത് മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. വേറെ ഒന്നിനെ, ഒരു നീറ്റിനെ കുറിച്ചും പറയുന്നില്ല, പേപ്പർ ലീക്കിനെ കുറിച്ചും പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. അത് മാത്രം പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം. പാർലമെന്റിലേക്ക് അവർ ഭണ്ഡാരപ്പെട്ടെ കൊണ്ടുവന്നു. അപ്പോൾ അത് വലിയ തോതിൽ ഹിറ്റാകാൻ പോകുന്നൊരു കാര്യമാണ് UPയിൽ. അപ്പോൾ UP അടുത്ത 2027 ഫെബ്രുവരിയിൽ UP എങ്ങാനും പോവുക എന്ന് പറഞ്ഞാൽ 2029 തിരിച്ചൊരു മോദിക്ക് അസാധ്യമാണ് ഏറെക്കുറെ. കാരണം UP കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറച്ചത്. അവിടെ അതിലും വലിയൊരു തിരിച്ചടി വരാൻ പോവുകയാണ്. അഖിലേഷ് പണി തുടങ്ങിക്കഴിഞ്ഞു.
അഖിലേഷ് യാദവിനെ എന്താണ് അവിടെ ഹിറ്റ് ചെയ്യുക എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശ്രീരാമൻ, കറുത്ത പെയിൻ്റടിച്ച് ശ്രീരാമനെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞു. ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഇനി അടുത്ത തവണ വോട്ട് തേടാൻ പറ്റുമോ ബി ജെ പിക്ക്? ഇല്ല. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റില്ല. കഴിഞ്ഞ തവണ മിണ്ടിയിട്ട് തന്നെ അവർക്ക് വോട്ട് കിട്ടിയില്ല. ഈ തവണ ജയ് ശ്രീറാം എന്നോ അല്ലെങ്കിൽ ജയ് സി ആർ റാം എന്നോ അല്ലെങ്കിൽ അയോധ്യ എന്നോ ബാബരി മസ്ജിദ് എന്നോ മുഗളന്മാരെന്നോ ഒന്നും പറയാൻ പറ്റില്ല യു പിയിൽ. മുഗളന്മാരെ ചീത്ത വിളിക്കാൻ പറ്റുമോ? മുഗളന്മാർ വന്ന് ക്ഷേത്രം കൊള്ളയടിച്ചെന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾ ക്ഷേത്രം ഇതിട്ട് എന്തുണ്ടാക്കി നാട്ടുകാർ തിരിച്ചു ചോദിക്കും. അപ്പോൾ ആ ഒരു ഭീഷണി ബി ജെ പി നിൽക്കുമ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സൈനാണ്. ബി ജെ പി പക്ഷേ അതിനെങ്ങനെ മറികടക്കുമെന്നാണ് നോക്കിയിരിക്കുന്നത്. ബങ്കിപ്പൂർ സൂചനയാണെന്ന് വെച്ചാൽ അത് ഭയങ്കര സൂചനയാണെന്ന് ഞാൻ പറയുന്നില്ല. നോക്കൂ, നമ്മുടെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഇങ്ങനെ എന്താണ് അപ്രവചനീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത് ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഫലം ഉണ്ടാകുന്നു, ഉടനെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരെ വിപരീതമായ ഫലം ഉണ്ടാകുന്നതൊക്കെ അങ്ങനത്തെ ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പി തോക്കാൻ പോവുകയാണ് എന്ന അർത്ഥത്തിലൊന്നും അതിനെ അമിതാഹ്ലാദത്തിൽ കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൽ ഒരു സൂചനയുള്ള ഇതാണ്, ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒന്നാമത് ആ വ്യക്തിയുടെ വിജയം പ്രധാനമാണ്. ആ മനുഷ്യൻ ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റായിരുന്നു. കഴിഞ്ഞ ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് മത്സരിക്കുന്നത്, പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷേ അതിൽ നാട്ടുകാരെ മുഴുവൻ ജയിപ്പിച്ച ആൾ സ്വന്തം നിലക്ക് പരാജയപ്പെടുമായിരുന്നു. പക്ഷേ അയാൾ റിയൽ പൊളിറ്റിക്സിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അയാൾ വിജയിക്കുന്നു, നിയമസഭയിലെത്തുന്നു എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കൗതുക കാഴ്ചയാണ്. എനിക്ക് തോന്നുന്ന പ്രശാന്ത് കിഷോർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലല്ലെങ്കിലും ബീഹാർ രാഷ്ട്രീയത്തിലെങ്കിലും ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഫിഗറായിട്ട് മാറും. ഇനിയൊരു പക്ഷേ ആർ ജെ ഡിയുടെ അവിടുത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ RJD ആണല്ലോ. RJD പ്ലസ് കോൺഗ്രസ്, ചില ഏരിയകളിൽ CPI, ML, ലിബറേഷൻ, ഇവരൊക്കെ ചേർന്നാണ് അവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയം. പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പതാകവാഹകനായിട്ട് തന്നെ പ്രശാന്ത് കിഷോർ മാറാനുള്ള സാധ്യത അത് തള്ളിക്കളയേണ്ട. അദ്ദേഹം ഒരു സ്ട്രാറ്റജിസ്റ്റാണ്, പൊളിറ്റിക്സ് അറിയാവുന്ന ആളാണ്, ബീഹാറിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലൊരു നിർണായക ദിവസമാണെന്ന് ഒരു ലീപ്പ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ നിലക്ക് ഒരു പ്രസക്തി ഇന്നത്തെ ബീഹാറിലെ ഫലത്തിനുണ്ട്. ഗുജറാത്തിലത് ഓഫ് കോഴ്സ് ഗുജറാത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ബാലികറ മലയ തന്നെയാണ്. അല്ലെങ്കിൽ ഗുജറാത്ത് എത്രത്തോളം ഈ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ്. അപ്പോഴും എഗൻ ഉള്ളൊരു സൂചന തോൽക്കാനിരിക്കുന്ന കോൺഗ്രസ്സിന് വോട്ട് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. 5000-ഓളം വോട്ട് ഇവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇപ്പോൾ റിസൾട്ട് വന്ന ഇത് അനുസരിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ ബീഹാറിലെ സീറ്റ് അഗൈൻ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ സിംബോളിക് വാല്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ്റെ സീറ്റാണെന്നുള്ളതാണ്. BJPയുടെ ദേശീയ അധ്യക്ഷൻ, അദ്ദേഹം ദേശീയ അധ്യക്ഷനായതിൻ്റെ പേരിൽ റിസൈൻ ചെയ്ത രാജിവെച്ച് പോകുന്ന സീറ്റാണ്. അപ്പോൾ ആ നിലക്ക് അതിനൊരു സിംബോളിക് വാല്യൂ ഉണ്ട്. പ്രതിപക്ഷത്തിന് ഒരു ആവേശം കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഫെബ്രുവരി 2020 ഫെബ്രുവരി നടക്കാവുന്ന UP തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ, പണിയെടുത്താൽ മറച്ചിടാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളൊരു ഇപ്പോൾ ജൻസി പ്രൊട്ടസ്റ്റും അതിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, ഇതൊക്കെ ഉണ്ടാക്കിയൊരു ഓളം ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു പക്ഷേ ജൻസി ഈ നീറ്റ് ഇഷ്യൂവിനേക്കാൾ ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമാണല്ലോ E20 പെട്രോളിൻ്റെ വിഷയം. അത് ഈ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയ അവരൊക്കെ കൂടി അത് വലിയ വിഷയമാക്കി. ഒരു സ്ട്രീറ്റ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആ വിഷയത്തിലൊരു സ്ട്രീറ്റ് മൊബിലൈസേഷൻ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ലല്ലോ. അതെനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടായിരിക്കും. ഇത് വളരെ ഒരു റിയൽ ടൈം ജനങ്ങളെ എഫക്റ്റ് ചെയ്തിരിക്കുന്നൊരു കാര്യമാണ്. ജനങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും. ഒറ്റ കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഈ മൈലേജ് ഡ്രോപ്പ് ആവുന്നതും എൻജിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിട്ടേക്കും. 80% പെട്രോളുള്ളൂ. പക്ഷെ നികുതി എന്തിനാണ് മേടിക്കുന്നത്? നികുതി 100%. ആ ഒരൊറ്റ കാര്യമുണ്ടല്ലോ, 20% പെട്രോൾ അല്ലെങ്കിൽ ആ 20% നിങ്ങൾ ആ നികുതി എത്ര കുറക്കണ്ടേ? അതുപോലും ചെയ്യുന്നില്ലല്ലോ. ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പം അരവിന്ദ് കെജ്രിവാൾ ഇതുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ പരിപാടികളൊക്കെ നടത്താൻ പോവാണ്. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ നേരെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എടുത്ത് അതിന് തെരുവിലേക്ക് കൊണ്ടുവരിക, അതിലൂടെ മൊബിലൈസ് ചെയ്യുക, ജനങ്ങളെ മൊബിലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പണി ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം നടത്താത്തത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. അത് എളുപ്പം ജനങ്ങളെ സംഘടിപ്പിക്കാവുന്ന ഇത്തരം വിഷയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്
അതുകൊണ്ടായിരിക്കാം ബി ജെ പിയുടെ ഈ പറയുന്ന ഈ ഡബിൾ എൻജിൻ RSSൻ്റെയും ബി ജെ പിയുടെയും ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നു. അത് അവർ നിരന്തരം വിജയിക്കുന്നതിൽ അതൊരു ഘടകം തന്നെയാണ്. പക്ഷേ യു പിയുടെ പ്രത്യേകത, യു പിയിൽ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്നത് അത്ര നിസ്സാര പാർട്ടിയല്ല. അവർ നിയമസഭയിൽ അവർ ശക്തമായ പ്രതിപക്ഷമാണ്, ലോക്സഭയിൽ അവർ പ്രധാനപ്പെട്ട സാന്നിധ്യമാണ്, സംഘടനാ നെറ്റ്വർക്ക് നല്ലോണമുള്ള പാർട്ടിയാണ്. പണിയെടുത്താൽ അവർക്ക് വിജയിക്കാവുന്നതാണ്. ആ നിലയ്ക്ക് ബീഹാറിൻ്റെ സൂചന യു പിയിലേക്കാണ്. യു പിയിൽ എന്നാലും ഞാൻ പറയുന്നു യു പിയിൽ അതുകൊണ്ട് വിജയിക്കും എന്ന് പറയുന്നില്ല. ഇന്നലെ വന്ന വാർത്ത ഈ കാവഡ് യാത്രയുടെ ഭാഗമായിട്ട് 10 ദിവസത്തേക്കാണ് സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുന്നത് കുറേ അധികം ജില്ലകളിൽ. അത് വേറൊരു രാഷ്ട്രീയമാണ് അവിടെ. ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഇതിനകത്ത് വിദ്യാർത്ഥികൾ അധികം പങ്കെടുക്കുന്ന പരിപാടിയല്ല ഇത്. പക്ഷേ അവർ ഈ പരിപാടി നടക്കുമ്പോൾ സ്കൂളുകൾക്ക് അവധി കൊടുക്കുകയാണ്. ആ പ്രദേശത്തെ ബസാർ അങ്ങാടികളൊക്കെ അടച്ചിടണമെന്ന് നേരത്തെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വിചിത്ര സർക്കാരാണ് അവിടെ ഉള്ളത്. അത് വലിയ സംഭവമായിട്ട് കാണുന്ന ജനവിഭാഗമുണ്ട്. അപ്പോൾ നോട്ട് നിരോധനത്തിന് തൊട്ട് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ആയിരുന്നു യു പിയിലേത്. അന്ന് ബാബയെ ജയിപ്പിച്ച ജനതയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു കാത്തിരുന്ന് കാണാം. യെസ്, അപ്പോൾ ബങ്കിപ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഈ പറഞ്ഞ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത്, നേതൃത്വം നൽകിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനും ആ പാർട്ടിക്കും ബങ്കിപ്പൂരിൽ വലിയ തോൽവി പണഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും BJP ഇനി എന്ത് നീക്കങ്ങളൊക്കെ ആയിരിക്കും നടത്താൻ പോവുക എന്ന് കാത്തിരുന്നു കാണാം.